നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, ഡിഗ്രി പ്രിലിംസ് എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ എന്ന് നടക്കും? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എന്ന് പ്രതീക്ഷിക്കണം, എത്ര നാൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്, നമുക്ക് ആ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിക്കാം കേട്ടോ. ഇത് നമ്മുടെ 2026 ഗ്രാജുവേറ്റ് ലെവൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ കൊടുത്തിട്ടുള്ള ആനുവൽ കലണ്ടറാണ്. ഇതിൽ 21 പരീക്ഷകളാണ് ഡിഗ്രി പ്രിലിംസിനോടനുബന്ധിച്ച് നടക്കാൻ പോകുന്നത്. അതിൽ SBCID, നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന SBCID പോസ്റ്റ് ഉണ്ട്. അത് നടക്കാൻ പോകുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, ദെൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അസിസ്റ്റന്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, നമ്മുടെ KSFE KSEB പോലെയുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതേപോലെ KSRTC കേരള ലൈവ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ദെൻ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ, ദെൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ദെൻ അതേപോലെ തന്നെ വരുന്ന അസിസ്റ്റന്റ് ജയിലർ, ദെൻ അസിസ്റ്റന്റ് ജയിലർ തന്നെ സെപ്പറേറ്റ് ഡിവിഷൻസ് ഉണ്ട്. അത് അസിസ്റ്റന്റ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റികളിലേക്ക്, കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റ്, അതേപോലെ സൂപ്പർവൈസർ, ജൂനിയർ അസിസ്റ്റന്റ് ഓർ ക്യാഷ്യർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, അത് LSC ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്, ദെൻ അതേപോലെ തന്നെ അസിസ്റ്റന്റ് സേവിങ്സ് നാഷണൽ ഡയറക്ടർ തന്നെ ബൈ ട്രാൻസ്ഫറും മറ്റുമൊക്കെ വരുന്ന സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻസ്. ഇത്രയും വരുന്ന 21 നോട്ടിഫിക്കേഷനുകളിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷ, 21 പോസ്റ്റുകളിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോകുന്നത് മെയ് ജൂലൈ മാസങ്ങളിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യതയുള്ളത് എപ്പോഴാണ്? നമ്മളൊന്ന് പരിശോധിച്ചാൽ 2024 ഡിഗ്രി പ്രിലിംസ് ആദ്യഘട്ടം നടന്നത് മെയ് മാസമാണ്. 2025 ഡിഗ്രി പ്രിലിംസിന്റെ ആദ്യഘട്ടവും മെയ് മാസമാണ് നടന്നത്. മെയ് പകുതിക്ക് ശേഷമാണ്. ദെൻ രണ്ടാം ഘട്ടം ജൂൺ മാസങ്ങളിലാണ് നടന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വർഷവും ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മെയ് മാസം തന്നെ ആയിരിക്കും ഡിഗ്രി ലെവലിന്റെ ഫസ്റ്റ് ഫേസ് പ്രിലിംസ് നടക്കാൻ സാധ്യതയുള്ളൂ കേട്ടോ. മെയ് മാസം തന്നെ ആയിരിക്കും. അത് മെയ് പകുതിക്ക് ശേഷം നടക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ആ സമയത്ത് തന്നെയാണ് സിവിൽ എക്സൈസ് ഓഫീസർ നടക്കേണ്ടത്, അല്ലെ? അതേ സമയത്ത് തന്നെ നമുക്ക് APO ഏപ്രിൽ അവസാനത്തേക്ക് നടക്കുകയാണ്. അതിനുശേഷം സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷ വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ആ സമയത്ത് വരുന്നത് കൊണ്ട് തന്നെ മെയ് മെയ്യിലായിരിക്കും ആദ്യത്തെ ഫേസ്. ഒരു പകുതിക്ക് ശേഷമായിരിക്കും ആദ്യത്തെ ഫേസ് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിക്കോണം. ദെൻ അതേപോലെ തന്നെ വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം, ജൂൺ മാസത്തോടു കൂടി ഇതിന്റെ സെക്കൻഡ് ഫേസ് നടക്കാൻ സാധ്യതയുണ്ട്. 2 ഘട്ടം മാത്രമായിട്ടാവാനാണ് സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. കാരണം കഴിഞ്ഞ വർഷം, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ 2025 പ്രിലിമിനറി പരീക്ഷ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആകെ ഏതാണ്ട് 4 ലക്ഷം പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. 4 ലക്ഷം പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. ഇത്രയും പേർക്ക് ഇതിൽ കൺഫർമേഷൻ കൊടുത്ത ആളുകൾ, കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാനുണ്ടായിരുന്ന ആളുകൾ വന്നപ്പോഴത്തേക്കും അതിൽ ഏതാണ്ട് ഒരു 1.5 ലക്ഷം പേര്, പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം 1.5 ലക്ഷം പേര് കുറവായിരുന്നു. ഏതാണ്ട് 2,40,000 തൊട്ട് 2,60,000 വരെയൊക്കെ ആയിരുന്നു ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ, വളരെ പ്രധാനപ്പെട്ട കാര്യം, 2 ഫേസ് ആയിട്ട് തന്നെ പ്രിലിമിനറി പരീക്ഷ ഈ വർഷവും നടത്താനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 2 ഫേസ് പ്രതീക്ഷിക്കണം. മെയ്യിലായിരിക്കും ഒരു ഫേസ്, ജൂണിലെ രണ്ടാമത്തെ ഫേസും പ്രതീക്ഷിച്ച് വേണം പഠിക്കാനായിട്ട്. നിങ്ങൾ ഇനിയും പഠിക്കാൻ എത്ര ദിവസമുണ്ട്? ആ ഒരു കാൽക്കുലേഷൻ കൂടെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം കേട്ടോ. ഇനി എത്ര ദിവസം പഠിക്കാനുണ്ട്? ഇത് ഫെബ്രുവരി മാസമാണ് അല്ലെ? ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ്. ഇന്ന് ഫെബ്രുവരി 18 നമ്മൾ മാർച്ച് മാസം 18 എടുക്കുകയാണ്. മാർച്ച് 18, ഏപ്രിൽ 18 എടുക്കുകയാണ്. ഏപ്രിൽ 18. then ഇത്രയും നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ 60 ദിവസമുണ്ട്. ദെൻ നമ്മൾ മെയ് മാസം ഒരു പകുതി എടുക്കുകയാണ്, ഒരു 15-ാം തീയതി വരെ എടുക്കുകയാണെങ്കിൽ അതിനോടൊരു 15 ദിവസം കൂടെ കൂടും. അതായത് 75 ദിവസമാണ് എന്തിനായിട്ടുള്ളത്? ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇനി നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത്. അപ്പം ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. സൂപ്പർ മെന്റർ ബാച്ച് നമ്മൾ ഫെബ്രുവരി 2-നാണ് സൂപ്പർ മെന്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ബാച്ച് എന്ത് ചെയ്യാൻ പോവാണ്? ക്ലോസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇതിന്റെ ബാച്ചിൽ അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ. അതായത് 20 സീറ്റുകൾ കൂടി മാത്രമാണ് ഈ ബാച്ചിലേക്കുള്ളത്. 20 സീറ്റുകൾ കൂടി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ. ഒരു പക്ഷേ നമ്മുടെ ലോങ്സ്റ്റ് വരുന്ന ഒരു ബാച്ച് അവസാനത്തെ ഡിഗ്രി ലെവൽ സൂപ്പർ മെന്റർ ബാച്ച് ആയിരിക്കും. ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. അല്ലെങ്കിൽ 8281223336 ഈ നമ്പറിലോട്ടൊന്ന് വിളിച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒരു ക്രാക്കർ ടെസ്റ്റ് സീരീസ് ഉണ്ട്. അതായത് 3300 ചോദ്യങ്ങൾ വരുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ്. 15 ഫുൾ ലെങ്ത് മോക്ക് ഉണ്ട്, 25 സെക്ഷണൽ ടെസ്റ്റ് ഉണ്ട്, 10 മാത്സ് എക്സാം ഉണ്ട്, 10 ഇംഗ്ലീഷ് മലയാളം ഉണ്ട്, 3 കറണ്ട് അഫെയർ ഉണ്ട്. അങ്ങനെ ചേരുന്ന ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്രാക്കർ ടെസ്റ്റ് സീരീസ് 999 രൂപ മാത്രമാണ്. ഈ
ക്രാക്കർ ടെസ്റ്റ് സീരീസ് നിങ്ങൾ ഈ ബാച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാച്ചിനോടൊപ്പം തന്നെ കാണും. ഡിഗ്രി ലെവൽ സൂപ്പർ മെന്റർ ബാച്ചിനോടൊപ്പം തന്നെ എന്തും കാണും, ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്രാക്കർ ടെസ്റ്റ് സീരീസ് കാണും. സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ 999 രൂപ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോ. ഇപ്പം ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പരീക്ഷയ്ക്ക് പോയിട്ട് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ലിമിറ്റഡ് ടൈം കൂടെ ഉള്ളൂ ബാച്ച് ക്ലോസ് ചെയ്യാനായിട്ട്. പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഈ 75 ദിവസത്തെ ബേസ് ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഒരു കിഡിലൻ സ്റ്റഡി പ്ലാനുമായിട്ട് ഞാൻ വരാം. അപ്പം മറക്കണ്ട, ഇപ്പൊ തന്നെ ഒന്ന് അഡ്മിഷൻ എടുത്തോ, പഠിച്ചു തുടങ്ങിക്കോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടാം. സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തോ. നിങ്ങൾക്ക് ഏറ്റവും ആദ്യം PSCയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഈ ചാനലിലൂടെ എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.